السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. ബഹുമാന്യരായ ഇസ്ലാഹി സെൻ്ററിൻ്റെ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സന്ധ്യയിൽ ഇവിടെ ഒരുമിച്ചു കൂടാനും അല്പസമയം സംസാരിക്കാനും സാഹചര്യവും സൗകര്യവും ലഭിച്ചതിന് ഞാൻ ആദ്യമായി സർവശക്തനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. വളരെ ഗഹനമായ ഒരു വിഷയമൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നുമില്ല. നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ ലളിതമായി നമുക്ക് മനസ്സിലാക്കി അനുഷ്ഠിക്കാവുന്ന ഒരു കാര്യം, പക്ഷേ അത് അതീവ ഗൗരവമുള്ളതാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുരക്ഷിതത്വം ആവശ്യമാണ്. സുരക്ഷിതത്വത്തിന് വേണ്ട പല സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. നമ്മുടെ വീടാണെങ്കിൽ ആ വീടിന് ഒരു സെക്യൂരിറ്റിയെ നിശ്ചയിക്കും. അതേപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിക്കും, മറ്റു പല സംവിധാനങ്ങളും ഏർപ്പെടുത്തും. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവർക്ക് രണ്ട് സുരക്ഷകളാണ് അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തത്. ആ രണ്ട് സുരക്ഷകളിൽ ഒന്ന് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടുകയില്ല. രണ്ടാമത്തെ ഒരു സുരക്ഷ, അത് നമുക്ക് ഇന്നും എന്നും മരണം വരെ അത് നിലനിൽക്കും, അത് നാം നിലനിർത്തണം.
അതുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് സൂറത്തുൽ അംഫാലിലെ 33-ാമത്തെ വചനം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നീ അവരുടെ കൂട്ടത്തിലുള്ളപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല. മഹാനായ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ പൂർവ സമൂഹത്തിന് ഇറങ്ങിയ ശിക്ഷ പോലെ ഒരു സമൂഹത്തിൻ്റെ ഉന്മൂല നാശം വരുത്തുന്ന വിധത്തിലുള്ള ഒരു ശിക്ഷ ഈ സമൂഹത്തിൻ്റെ മേൽ ഇറങ്ങുകയില്ല. പ്രവാചകനൊരു കാവലാണ്, പ്രവാചകനൊരു സുരക്ഷയാണ്. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഅൻത ഫീഹിം. നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിച്ച് നശിപ്പിച്ചു കളയുകയില്ല. ആ പ്രവാചകൻ മരിച്ചുപോയി, ആ കാവൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ആ സുരക്ഷ നമുക്ക് ഇല്ലാതായി. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിമും ബൈഹഖിയും ഉദ്ധരിക്കുന്ന ഒരു വചനം. കാന ഫീകും അമാനാനി. നിങ്ങൾക്ക് 2 കാവലുകൾ, സുരക്ഷകൾ ഉണ്ടായിരുന്നു. ഫമളത് ഇഹ്ദാഹുമ. ആ 2-ൽ ഒരെണ്ണം കഴിഞ്ഞുപോയി, അഥവാ പ്രവാചകൻ മരിച്ചു പിരിഞ്ഞുപോയി. ആ ഒരു സുരക്ഷ, ആ ഒരു കാവൽ നമുക്കില്ലാതായി. വബഖിയത്തിൽ ഉഖ്റ. രണ്ടാമത്തേത് അവശേഷിച്ചു. ആ രണ്ടാമത്തെ സുരക്ഷ അത് നമുക്ക് സംരക്ഷണത്തിനായി, കാവലിനായി അള്ളാഹു ഇവിടെ നിലനിർത്തി തന്നിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ഈ ആയത്താണ് ഓതിയത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഓതിക്കേൾപ്പിച്ച ആ ആയത്ത് ഓതിക്കൊടുക്കുന്നു. ഒന്നാമത്തേത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മരിച്ചുപോയി എന്നർത്ഥം. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതേപോലെ തന്നെ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി ശിക്ഷിച്ച് നശിപ്പിച്ചു കളയുകയില്ല. അപ്പൊ കാന ഫീകും അമാനാനി. നിങ്ങൾക്ക് 2 കാവലുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ ഒന്ന് ഫമളത് ഇഹ്ദാഹുമ, അത് നബിയാണ്. വബഖിയത്തിൽ ഉഖ്റ. രണ്ടാമത്തേത് അവശേഷിച്ചു, അതിവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്, പൊറുക്കലിനെ തേടുക, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക. അത് ഇത്ര വലിയ കാര്യമാണോ? ആണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല, ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ എന്നിട്ട് എന്തേ അത് മനസ്സിലാക്കി ഇതെൻ്റെ സംരക്ഷണമാണ്, ഇതെൻ്റെ സെക്യൂരിറ്റിയാണ്, ഇതെൻ്റെ സുരക്ഷയാണ്, ഇത് എൻ്റെ കാവലാണ്,
എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ അസ്തഗ്ഫിറുള്ള പറയാറുള്ളത്? പലരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എങ്കിൽ ആ കാര്യം തിരിച്ചറിയണം, ആ പ്രാധാന്യം ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂബർദയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള കാവലാണ്. ആകാശത്തിൻ്റെ കാവൽക്കാരാണ് നക്ഷത്രങ്ങൾ. ഖുർആൻ വിശദീകരിച്ചു തന്നത് രണ്ടു വിധത്തിലാണ്. ഒന്ന്, വലഖദ് സയ്യന്ന സ്സമാഅ ദുനിയാ ബിമസാബിഹ, അലങ്കാരമായിട്ട് വിളക്കുകളായി അലങ്കരിച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങൾ കൊണ്ട് ഈ ഒന്നാം ആകാശത്തെ. രണ്ട്, വഹിഫ്ളം മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്, സകല പിശാചുക്കളിൽ നിന്നും സംരക്ഷണമായിട്ടാണ് അവയെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആകാശലോകത്തേക്ക് പിശാചുക്കളങ്ങ് കയറി ചെല്ലുമ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബർ റസദ, ഉൽക്കകളായി ആ നക്ഷത്രങ്ങൾ അവർക്ക് നേരെ അതിൽ നിന്നുള്ള ശകലങ്ങൾ അമ്പ് കണക്കെ എയ്തുവിടും. അങ്ങോട്ട് അവർക്ക് അടുക്കാൻ കഴിയില്ല. അവരിൽ നിന്നുള്ള സുരക്ഷിതത്വം കാവലാണ്. അന്നുജൂമു അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്, ആ നക്ഷത്രങ്ങൾ ഇല്ലാതായാൽ ആകാശത്തിന് സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ അവസ്ഥ സംജാതമാകും. ഇദ ശംസു കുവ്വിറത് വഇദ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് എന്ന് തുടങ്ങിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പലയിടത്ത് വിശദീകരിച്ച സൂര്യൻ്റെ പ്രകാശം പൊലിഞ്ഞു പോകും, സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിക്കും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, ആകാശം തകർന്നു പോകും, ഭൂമിയിൽ പർവ്വതങ്ങൾ കടഞ്ഞ പഞ്ഞു പോലെ പാറിക്കൊണ്ടിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ഇവിടെ സംഭവിച്ചേക്കാവുന്ന അവസ്ഥകൾ, ആ അവസ്ഥ സംജാതമാകും. ഇതിന് സുരക്ഷിതത്വമായി സംരക്ഷണമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയാൽ, വാന അമനത്തുല്ലി അസ്ഹാബി ഫഇദാ ദഹബ്തു അത അസ്ഹാബി മാ യുഅദു, ഞാൻ എൻ്റെ അനുചരന്മാർക്ക് സഹാബത്തിന് കാവലാണ്. ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ സഹാബത്തിന്, എൻ്റെ ഉമ്മത്തിന് വരും എന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന ആ താക്കീതുകൾ യാഥാർത്ഥ്യമായി പുലരും. അതേ, പ്രവാചകൻ മരിച്ചതിന് ശേഷം എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായത്? സഹാബത്തിനിടയിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടായി, ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി, ഭിന്നിപ്പുകളുണ്ടായി. ആ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷമാണത് സംഭവിക്കുന്നത്. വാസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സഹാബത്ത്, എൻ്റെ അനുചരന്മാർ എൻ്റെ ഉമ്മത്തിനുള്ള കാവലാണ്. ഫഇദാ ദഹബത് അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, ആ സഹാബത്തിന്റെ കാലം കഴിഞ്ഞു പോയാൽ, അവർ മരിച്ചു പോയാൽ എൻ്റെ ഉമ്മത്തിൽ സംഭവിക്കുമെന്ന് താക്കീത് ചെയ്യപ്പെട്ട കുഴപ്പങ്ങളും ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും നാശങ്ങളും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംഭവിച്ചു. അതിൽ ഇനി വരാൻ ബാക്കിയുള്ളത് ആകാശലോകത്ത് കാണുന്ന ആ നക്ഷത്രങ്ങൾ,
അവയെങ്ങാനും മുതിർന്ന് വീഴാൻ തുടങ്ങിയാൽ അതോടുകൂടി ലോകം അവസാനിച്ചു. നബി മരണപ്പെട്ടതോടുകൂടി സ്വഹാബത്തിനുള്ള കാവൽ പോയി ഒന്ന്. അതുകൊണ്ട് തന്നെ താക്കീത് ചെയ്യപ്പെട്ട ആ ദുരവസ്ഥകൾ അവിടെ സംജാതമായി. ആ സഹാബത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ സമുദായത്തിൽ ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടി, ഭിന്നിപ്പുകളും എതിർപ്പുകളും കുഴപ്പങ്ങളും കടന്നുകൂടി. ആ അവസ്ഥ പ്രവാചകന്റെ കാലശേഷം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിൽ കാണുന്ന ഈ കുഴപ്പങ്ങളും നാശങ്ങളും മനുഷ്യകരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളതാണ്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് വല്ല മുസീബത്തുകളും ബാധിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ്. നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചതാണ്, നിങ്ങളുടെ സമ്പാദ്യമാണത്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സൂക്തങ്ങളിലൂടെ ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അനുപേക്ഷണീയമായ കാര്യമാണ്. അത് നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിരിക്കുന്ന കാവലാണ്, സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി സൂക്തങ്ങളിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത് വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുവിൻ. അള്ളാഹു പൊറുത്തു തരുന്നവനും കരുണാനിധിയുമാണ്. കാരുണ്യവാനായ റബ്ബ്, പാപങ്ങൾ പൊറുത്തു തരുന്ന റബ്ബ് നിങ്ങൾക്ക് പൊറുത്തു തരണമെങ്കിൽ, നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടണം. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്യുവിൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സൂക്തങ്ങളിലൂടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നത് കാണാം. ആ കൽപ്പന എന്തിനാണ്? ആ ഇസ്തിഗ്ഫാർ നമുക്കൊരു ഉണ്ടാവാനാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞത് കാണാം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ആ പ്രഭാതത്തിനു മുമ്പുള്ള രാത്രിയുടെ അവസാന യാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നവരാണവർ. അത് അള്ളാഹുവിൻ്റെ ദാസന്മാരെ, അവൻ്റെ അടിമകളെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് നമസ്കാരശേഷം ആ അവസാന യാമത്തിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ പുകഴ്ത്തി പറയുകയാണ്, അവരെ മദ്ഹ് ചെയ്യുകയാണ് ഖുർആൻ ചെയ്യുന്നത്. പല സഹാബികളുടെയും സമ്പ്രദായം, അവർ തഹജ്ജുദ്, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹ് വരെ അവർ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയായിരുന്നു പതിവ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുത്തു തരും. ഖുർആൻ തന്നെ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടങ്ങൾ ഏറെ നമുക്ക് വിവരിച്ച് വിശദീകരിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തു? ഇന്നലെ ഞാൻ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തു? നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ബോധപൂർവം അല്ല. യഥാർത്ഥം പറഞ്ഞാൽ ഒരു ദിവസം ഒരു 750-800 തവണ ഒരു സാധാരണ മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും.
പക്ഷെ അതൊരു ബോധപൂർവമല്ല പലരും ചെയ്യുന്നത്. ആ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുമല്ല ചെയ്യുന്നത്. ചെയ്യുന്നവർ തന്നെ അതൊരു യാന്ത്രികമായി അസ്തഗ്ഫിറുല്ലാ പറയുന്നു. ഉദാഹരണമായി ഇപ്പോ 17 റക്അത്താണ് ഫർദ് നമസ്കാരം. ഈ 17 റക്അത്ത് അതിൽ എത്ര സുജൂദുണ്ട്? ഓരോ റക്അത്തിലും 2 സുജൂദുണ്ട്. അപ്പോൾ 17 2 34. ആ സുജൂദിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അങ്ങനെ നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ റുകൂഇൽ, അതേപോലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, അതേപോലെ തന്നെ തശഹുദിന് ഇരിക്കുമ്പോൾ, അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ തന്നെ 200-ലധികം പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുന്നുണ്ട്. ഇത്രയധികം ഒരു ഫർദ് നമസ്കാരത്തിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വെറുതെയാവാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മനസ്സിലാക്കി ബോധപൂർവം അസ്തഗ്ഫിറുള്ള പറയണം, അല്ലാഹുമ്മ ഗഫിർലി പറയണം. അപ്പോഴാണ് അതിൻ്റെ നേട്ടം, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ 12 റക്അത്താണല്ലോ റവാത്തിബ്. ആ 12 റക്അത്ത് സുജൂദിലും റുകൂഇലും ഇടയിലെ ഇരുത്തത്തിലും ഒക്കെ കൂടി നമ്മൾ ഒരു 100 ചില്ലാനം അല്ലാഹുമ്മ ഗഫിർലി നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നു, 11 റക്അത്താണ്. ആ 11 റക്അത്ത് തഹജ്ജുദ് നമസ്കാരത്തിലെ റുകൂഇലും സുജൂദിലും ഇടയിലെ ഇരുത്തത്തിലും തശഹുദിലും എല്ലാം നാം പറയുന്നത് കണക്കുകൂട്ടിയാൽ ഒരു 100ഓളം പ്രാവശ്യം അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ സലാം വീട്ടിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് 3 പ്രാവശ്യം നമ്മൾ പറയുന്നു, ഓരോ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴും. അപ്പോഴും 5 നിർബന്ധ നമസ്കാരത്തിന് ശേഷം 15 എണ്ണം അങ്ങനെയും വരുന്നു. അതുപോലെ പ്രഭാത സമയത്തുള്ള കീർത്തനങ്ങളിൽ, ആ കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലണം. സന്ധ്യാസമയത്തുള്ള കീർത്തനങ്ങൾ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് സന്ധ്യക്കും പറയണം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ ഇത്രയധികം തവണ ഇത് നമ്മളോട് പറയാൻ കൽപ്പിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു കാണിച്ചു തരുമോ? നമ്മളത് പതിവായി ചെയ്യേണ്ടി വരുമോ? ഇല്ല. അപ്പോൾ അതിൽ ഇപ്പറഞ്ഞ പ്രാധാന്യങ്ങൾ അതിനുണ്ട് എന്നതാണ്. മൊത്തം പരിശോധിച്ചാൽ ഒരു 800ഓളം തവണ ചുരുങ്ങിയത് മുസ്ലിമായൊരു മനുഷ്യൻ നിത്യജീവിതത്തിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതല്ലാത്ത സന്ദർഭങ്ങൾ വേറെയുമുണ്ട്. ഒരു സദസ്സിൽ വന്നിരുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കഫാറത്തുൽ മജ്ലിസ്, അതിലും പൊറുക്കലിനെ തേടലുണ്ട്. അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതും പടച്ചവനോട് പൊറുക്കലിനെ തേടലാണ്. അതേപോലെ മറ്റ് ഒരു സദസ്സിൽ നബി ഇരുന്നാൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിനു മുമ്പ് നബി അസ്തഗ്ഫിറുള്ള പറയുന്നത് ഞങ്ങൾ എണ്ണി നോക്കാറുണ്ട്. 100 പ്രാവശ്യമെങ്കിലും ഒരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനിടക്ക് നബി അസ്തഗ്ഫിറുള്ള പറയാറുണ്ടായിരുന്നുവെന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പം 700ഉം 800ഉം 1000ഉം അല്ല,
അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവർ ദിനേന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കുള്ള 2 കാവലുകളിൽ ഒന്ന് പോയി, നഷ്ടപ്പെട്ടു, അത് തിരിച്ചു വരില്ല, തിരിച്ചു പിടിക്കാനാവില്ല. ഇനി നമുക്ക് ബാക്കി വെച്ചു തന്നത് ഒന്ന് മാത്രമാണ്, അതാണ് ഈ ഇസ്തിഗ്ഫാർ. ആ ഒരു കാവൽ നമുക്ക് കാവലാകണമെങ്കിൽ ഇപ്പോ വളരെ വലിയ ആളുകൾക്ക് സെക്യൂരിറ്റിയായി ഒരു സെക്യൂരിറ്റി സ്റ്റാഫല്ല ഉണ്ടാവുക, ഒരു പോലീസുകാരനല്ല ഉണ്ടാവുക. അയാളെ നോക്കാൻ അയാളുടെ ചുറ്റും 5-10 ആളുകൾ, അതിനെ വലയം ചെയ്തുകൊണ്ടൊരു 19 ആളുകൾ, അതിനപ്പുറത്ത് 100 കണക്കിന് ആളുകൾ, അതിനപ്പുറത്ത് അതിനേക്കാൾ കൂടുതൽ. ഇങ്ങനെ ആളുകളുടെ എണ്ണവും സംവിധാനത്തിൻ്റെ എണ്ണവും സുരക്ഷിതത്വത്തിനു വേണ്ടി ഏർപ്പെടുത്തുന്നത് മനുഷ്യന്റെ സാധാരണ സംഭവമാണ്. അല്ലാഹു തആല നമുക്ക് അമാനായി, നമുക്ക് സുരക്ഷിതത്വമായി നിശ്ചയിച്ചു തന്ന ഇത് ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞുകൊണ്ട് എനിക്കത് മതി, അതുകൊണ്ട് എനിക്ക് രക്ഷയായി എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിന്റെ കവചങ്ങൾ ഒരുക്കണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന, റസൂലിന്റെ കൽപ്പന, പ്രവാചകന്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന, ചെയ്തു കാണിച്ചു തന്ന ആ മാതൃക, അതാണ് 800-ലധികം അല്ലെങ്കിൽ 1000-ഓളം വരുന്ന ഇസ്തിഗ്ഫാർ ഒരു ദിവസത്തിൽ ഒരു വിശ്വാസി അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് എനിക്കുള്ള കവചമാണ്, എനിക്കുള്ള സുരക്ഷയാണ്, എനിക്കുള്ള കാവലാണ്. അതെ, നമ്മെ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ അത് മതി. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ സമ്പ്രദായമാണ്. ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അവരൊക്കെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രവാചകൻ അവ്വലുൽ ബഷർ അബൂന ആദമും ഹവ്വാവും കൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നു. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ സ്വന്തത്തോട് ളുൽമ് ചെയ്തു പോയി, നീ ഞങ്ങൾക്ക് പൊറുത്തു തരുന്നില്ല, കരുണ കാണിക്കുന്നില്ല എങ്കിൽ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകും എന്ന്. അപ്പൊ പൊറുത്തു തരണമെന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടുകയാണ്. അതുപോലെ നൂഹ് നബി വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ, നൂഹ് നബിയുടെ പ്രാർത്ഥനയിലും കാണാം റബ്ബിഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങിക്കൊണ്ടുള്ള നൂഹ് നബിയുടെ പ്രാർത്ഥന. എൻ്റെ റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ വിശ്വാസികളായി കടന്നു വരുന്നവർക്കൊക്കെയും നീ പൊറുത്തു തരേണമേ എന്ന പ്രാർത്ഥന. മഹാനായ മൂസാ നബി ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി, എൻ്റെ റബ്ബേ, ഞാൻ ളുൽമ് ചെയ്തു പോയി, നീ എനിക്ക് പൊറുത്തു തരേണമേ എന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ശുഐബ് നബി, സാലിഹ് നബി, മറ്റ് പ്രവാചകന്മാർ, അവരുടെ ചരിത്രം ഖുർആൻ ഉദ്ധരിക്കുന്നിടത്തൊക്കെ ഈ പൊറുക്കലിനെ തേടൽ അവരുടെയൊക്കെ പതിവായിരുന്നു എന്ന് കാണാം. മഹാനായ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത് ഒരു ദിവസം, ഒരു ഹദീസിൽ കാണുന്നത് 70 തവണ അല്ല 100 തവണയെങ്കിലും പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു എന്നാണ്. അത് ഒരു ദിവസത്തിൽ 100 മാത്രമല്ല. സഹാബത്ത് നബിയെ നിരീക്ഷിക്കുമ്പോൾ ഒരു സദസ്സിൽ തന്നെ വന്നിരുന്ന് സദസ്സ് പിരിഞ്ഞു പോകുന്നതിനിടക്ക് നബി അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ ഗ്ഫിർലി എന്നൊക്കെ പറയുന്നത് അവർ എണ്ണി നോക്കുമ്പോൾ 100 തവണയെങ്കിലും ഒരു സദസ്സിൽ വന്നിരുന്ന് പിരിഞ്ഞു പോകുന്നതിനു മുമ്പ് പ്രവാചകൻ റബ്ബിനോട് പൊറുക്കലിനെ തേടിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ മഹാനായ പ്രവാചകനോട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കൽപ്പന. അതേ, മക്ക ഫത്ഹായി കഴിഞ്ഞു, നബിയുടെ ദൗത്യം ഇവിടെ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. ആ അവസാന സമയത്ത് അള്ളാഹു നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്
വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അതെ, അള്ളാഹുവിന്റെ സഹായം വന്നെത്തുകയും കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യണം? റബ്ബിനെ സ്തുതിക്കണം, അവനെ പ്രകീർത്തിക്കണം, അവനോട് പൊറുക്കലിനെ തേടണം. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു പുണ്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു സന്തോഷദായകമായ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങളിലൊക്കെയും ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത് പ്രവാചകന്റെ പതിവായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഒറ്റ നോട്ടത്തിൽ ഇതൊരു സന്തോഷ വാർത്തയാണ്. പക്ഷേ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ കരയാനുണ്ടായ കാരണമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് മനസ്സിലാക്കിയത് റസൂലുള്ളയുടെ മരണത്തിന് സമയമായിരിക്കുന്നു എന്നാണ്. ആ മരണവിവരമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത് എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലുള്ള നമസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് റുകൂഇലും സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് സുജൂദിലും ചൊല്ലിയിരുന്ന പ്രവാചകൻ വേറെയും പല ദിക്റുകളും ദുആകളും ചൊല്ലാൻ വേണ്ടി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഈ സൂറത്തിൽ പറഞ്ഞ ആ കാര്യം പ്രവാചകൻ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് സുജൂദിലും റുകൂഇലും അത് ചൊല്ലിയിരുന്നു. അതുകൊണ്ടാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി ആയത്തിൽ പറഞ്ഞത് 3 കൽപ്പനകളാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കണം, അവനെ സ്തുതിക്കുന്നതോടൊപ്പം സ്തുതിക്കണം, പ്രകീർത്തിക്കണം. വസ്തഗ്ഫിറുഹു, അവനോട് നീ പൊറുക്കലിനെ തേടുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് റസൂലുള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഈ കൽപ്പന നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോഴും റുകൂഇലും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, ആ 3 കൽപ്പനയും പാലിച്ചുകൊണ്ടുള്ള ദിക്റാണ്, ദുആയാണ്, പ്രാർത്ഥനയാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത് എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകനോട് ഈ ആയത്തിലൂടെയുള്ള കൽപ്പന, പ്രവാചകനോട് അല്ലാതെയുള്ള കൽപ്പന, പ്രവാചകന്റെ നിത്യജീവിതത്തിൽ അവിടുന്ന് ചുരുങ്ങിയത് 100 തവണ എങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നുവെന്നത് സഹാബത്ത് നിരീക്ഷിച്ചവർ മനസ്സിലാക്കുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നതാണ്. ഇതേപോലെ നമുക്ക് പൊറുക്കലിനെ തേടണം, നാം തന്നെ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. എന്നാൽ അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരാനായി ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു എന്നതാണ്. നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന പോലെ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് റബ്ബേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറയുന്ന പോലെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബാത താഹിറൻ بات في شعاره ملك لا يستيقظ ساعة من الليل إلا قال الملك اللهم اغفر لعبدك فلان فإنه بات طاهرا. കിടക്കുമ്പോൾ വുളു ഉണ്ടാക്കി ശുദ്ധിയോടുകൂടിയാണ് രാത്രി കിടക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ ഉണ്ടാകുന്ന മലക്ക് അയാൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, അയാൾക്ക് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ നിന്റെ അടിമയായ ഇന്ന ആൾക്ക് നീ പൊറുത്തു കൊടുക്കണേ. ഫൈനഹു ഖദ് ബാത ളാഹിറ, അയാൾ ശുദ്ധിയോടെയാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത് എന്ന് പ്രവാചകന്റെ ചര്യയായിരുന്നു. വുളുവോടുകൂടി ശുദ്ധിയോടുകൂടി രാത്രി കിടക്കുക എന്നുള്ളത്. ഈ സമ്പ്രദായം സ്വീകരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന നേട്ടം, നമ്മൾ ഉറങ്ങുകയാണ്, അസ്തഗ്ഫിറുള്ള പറയാൻ ഉറക്കത്തിൽ നമുക്ക് കഴിയില്ല.
അപ്പോഴതാ നിങ്ങൾ വുളു ഉണ്ടാക്കിയാണോ കിടക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി അള്ളാ ഒരു മലക്കിനെ നിങ്ങളുടെ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് അള്ളാനോട് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയും, അള്ളാഹുവേ നിന്റെ ഈ അടിമ ബാത താഹിറ, അയാള് വൃത്തിശുദ്ധിയോടെയാണ് ഈ രാത്രി ഉറങ്ങുന്നത്, അയാൾക്ക് നീ പൊറുത്തു കൊടുക്കണമേ എന്ന്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമ ينتظرها ولا تزال الملائكة تصلي على أحدكم ما دام في المسجد اللهم اغفر له اللهم ارحمه ما لم يحدث. നിങ്ങൾ വുളു ഉണ്ടാക്കി പള്ളിയിൽ നമസ്കാരം കാത്തിരിക്കുകയാണെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന് ലഭിക്കുന്ന കൂലി അല്ലാഹ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ വുളുവോടുകൂടി പള്ളിയിൽ നമസ്കാരം കാത്തിരിക്കുകയാണെങ്കിൽ ഈ കൂലിക്ക് പുറമെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ നീ ഇദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കണമേ, ഇദ്ദേഹത്തിനോട് നീ കരുണ കാണിക്കണമേ. അപ്പൊ പള്ളിയിലിരിക്കുന്നത്, വുളുവോടുകൂടിയിരിക്കുന്നത്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നത് രണ്ടു നേട്ടങ്ങൾക്ക് കാരണമാണ്. ഒന്ന്, ആ ഇരുത്തം നമുക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകുന്നു. രണ്ട്, ആ സന്ദർഭത്തിൽ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുകയും നമ്മൾ പ്രവാചകന്റെ ചര്യ പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി നിരന്തരമായി അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് വ്യക്തമാക്കി തരുന്നത്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا അള്ളാഹുവിൻ്റെ അർശ് ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളും ആ അർശിൻ്റെ ചുറ്റുഭാഗവുമായി കഴിഞ്ഞുകൂടുന്ന മുഖറബീങ്ങളായ മറ്റ് മലക്കുകളും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ആ മലക്കുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അവഗണിക്കാവുന്ന കാര്യമല്ല, കേട്ടുമറക്കാവുന്ന കാര്യമല്ല, എപ്പോഴെങ്കിലും ചെയ്യാവുന്ന കാര്യമല്ല, ദിവസത്തിൽ 1, 2, 5, 10 പ്രാവശ്യം മാത്രം ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമല്ല എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ. എന്നിട്ട് തുടർന്ന് പറയുന്നത് റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ എന്നതിന് ശേഷം വീണ്ടും ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവേ, നീ പശ്ചാത്തപിച്ചു മടങ്ങുകയും അതേപോലെ നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്ത ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണമേ, അവരെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം വഖിഹിം السيئات ومن تق السيئات يومئذ فقد رحمت وذلك هو الفوز العظيم. ആ മലക്കുകളുടെ പ്രാർത്ഥന ഈ വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി മാത്രമല്ല, നരകമോചനത്തിനും അതുപോലെ തന്നെ മറ്റനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തുടർന്നുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഉറങ്ങുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല, കിടക്കുമ്പോൾ വുളു ഉണ്ടാക്കി ശുദ്ധിയോടുകൂടി അങ്ങ് കിടന്നാൽ മതി. പക്ഷേ നമുക്ക് ഈ ഒരു വിചാരം വേണം, ഈ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വേണം. സുഹൃത്തുക്കളെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ടതു മാത്രം ഞാൻ ഖുർആനിലൂടെ ഹദീസിലൂടെ വളരെ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ നേട്ടമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഒന്ന് എന്താണ്? അത് അമാനാണ്, നമുക്കുള്ള കാവലാണ്, നമുക്കുള്ള സുരക്ഷയാണ്, നമുക്കുള്ള രക്ഷാ കവചമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി ശിക്ഷിച്ച് നശിപ്പിച്ചു കളയുകയില്ല. അതുകൊണ്ട് ആ ഒരു ഇസ്തിഗ്ഫാർ, അതിൻ്റെ നേട്ടം നമുക്കതൊരു കാവലായി സുരക്ഷയായി നിൽക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അത് നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ, തിന്മകൾ മായ്ച്ചു കളയാൻ സഹായിക്കുന്നു എന്നതാണ്. അതെ, ഫസ്തഗ്ഫിറൂനി അഗ്ഫിറു ലക്കും, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുവിൻ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം എന്ന് ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. ആരെങ്കിലും ദുൽമ് ചെയ്യുകയോ അതേപോലെ തന്നെ തിന്മകൾ ചെയ്യുകയോ ചെയ്താൽ അതിനുശേഷം അയാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, ഇസ്തിഗ്ഫാർ ചെയ്തവന് അള്ളാഹു പൊറുത്തു കൊടുക്കും. കാരുണ്യവാനായ ഗഫൂറായ റബ്ബിന് മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അവൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നത് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, യബ്ന ആദം, അല്ലാഹു തആല പറയുകയാണ്, ഓ മനുഷ്യ, മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക മാ കാന മിൻക വലാ ഉബാലി. നീ എന്നിൽ പ്രതീക്ഷയർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നോടത്തോളം നിന്നിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതൊന്നും നോക്കാതെ ഞാൻ നിനക്ക് പൊറുത്തു തരും, മാപ്പാക്കി തരും. യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനന സമാ സുമ്മ സ്തഗ്ഫർതനി ഗഫർതു ലക. ആകാശം മുട്ടുവോളം പാപങ്ങൾ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് നീ ഖേദിച്ച് പശ്ചാത്തപിച്ച് എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഗഫർതു ലക, നിനക്ക് ഞാൻ പൊറുത്തു തരുമെന്ന്. ഇത്തരം ഗഫൂറായ റഹീമായ ആ റബ്ബ്, അവൻ്റെ മഗ്ഫിറത്തും അവൻ്റെ റഹ്മത്തും ലഭിക്കണമെങ്കിൽ അവനോട് പൊറുക്കലിനെ തേടണം. നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ, തിന്മകൾ നമുക്ക് മായ്ച്ചു കളയാൻ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ രണ്ടാമത്തെ നേട്ടം. മൂന്നാമത്തെ നേട്ടം, നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, വ്യഥകൾ അതില്ലാതാക്കാനും വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും അതേപോലെ തന്നെ നമുക്ക് ഉപജീവന മാർഗം ലഭിക്കുവാനും സഹായിക്കും ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു മാജയും അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ഒരിക്കൽ ചെയ്യലല്ല, എന്നെങ്കിലും ചെയ്യലല്ല, നേരെ മറിച്ച് അത് ലാസിമായി തൻ്റെ ജീവിതത്തിൽ അനുപേക്ഷണീയമായ ഒരു കാര്യമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അള്ളാഹുവിനോടുള്ള പൊറുക്കലിനെ തേടൽ മാറിയിട്ടുണ്ടെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു അയാൾക്ക് ഒരു മഖ്റജ് നൽകും, ഒരു മാർഗം, രക്ഷപ്പെടാനുള്ള വഴി നൽകും. അതേപോലെ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ വ്യഥകളിൽ നിന്നും അവന് ആശ്വാസം നൽകുകയും ചെയ്യും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിക്ക് അവന് ഉപജീവന മാർഗം നൽകുകയും ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹ്
അല്ലാഹുമ്മ ഗ്ഫിർലി എന്നിങ്ങനെ പൊറുക്കലിനെ തേടിയാൽ ലഭിക്കുന്ന നേട്ടമാണ്. അത് മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം, ദൃഢമായ വിശ്വാസം വേണം. എന്നിട്ട് ഇത് ഇപ്രകാരം ചെയ്യണം, ഈ പ്രതീക്ഷ നമുക്കുണ്ടാവണം. തീർച്ച അള്ളാഹു നമ്മെ കൈയൊഴിക്കുകയില്ല. നാലാമത്തെ കാര്യം, അത് മഴ ലഭിക്കുവാനുള്ള കാരണമാകുന്നു എന്നതാണ്. അതേപോലെ തന്നെ മഴ ലഭിക്കുവാനുള്ള കാരണം ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, നൂഹ് നബി പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുവിൻ, റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവിൻ. ഇന്നഹു കാന ഗഫാറ, അവൻ ധാരാളമായി പൊറുക്കുന്നവനാണ്. അങ്ങനെ പൊറുക്കലിനെ തേടിയാൽ യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് ധാരധാരയായി കുത്തിയൊഴുകുന്ന മഴ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ ചെയ്താലുള്ള ഒരു നേട്ടം അതാണ്. അഞ്ചാമതായി പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കുവാൻ ഇസ്തിഗ്ഫാർ കാരണമാകുമെന്ന്. അതാണ് ആയത്തിൽ തുടർന്ന് പറയുന്നത്. വയുംദിദുകും ബിഅംവാലിൻ, നിങ്ങൾക്ക് സമ്പാദ്യങ്ങള്, സ്വത്തുക്കള് നൽകിക്കൊണ്ടവൻ നിങ്ങളെ സഹായിക്കും. ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് സ്വത്ത് ലഭിക്കും, നിങ്ങൾക്ക് പണം ലഭിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ആറാമതായി പറഞ്ഞു വൽബനീന, നിങ്ങൾക്ക് സന്താനങ്ങളില്ലേ, നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ നിങ്ങൾ പലതും ചെയ്തു. പ്രാർത്ഥിക്കുക റബ്ബിനോട്, പൊറുക്കലിനെ തേടുക റബ്ബിനോട്. വയുംദിദുകും ബിഅംവാലിൻ വബനീന, അതാണ് ആയത്തിൽ തുടർന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മക്കളെ നൽകിക്കൊണ്ട് അവൻ നിങ്ങളെ സഹായിക്കുമെന്ന്. മഹാനായ ഇബ്രാഹിം നബി ജീവിതത്തിൽ എത്ര കാലമാണ് പ്രാർത്ഥിച്ചത്, പൊറുക്കലിനെ തേടിയത്, നിരാശയില്ല, ആശയറ്റു പോവാതെ. മഹാനായ സക്കരിയ നബിയും അങ്ങനെയാണ്. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എൻ്റെ തല നരച്ചുപോയി, എൻ്റെ ശക്തി ക്ഷയിച്ചുപോയി, പക്ഷെ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ആശയറ്റവനല്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്താനത്തെ നീ നൽകണേ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ, എന്നെ അനന്തരമെടുക്കുന്ന ഒരു അനന്തരാവകാശി, യാക്കൂബ് കുടുംബത്തിന്റെ ഒരു പിൻഗാമിയായി, എൻ്റെ അനന്തരാവകാശിയായി ഒരു നല്ല സന്താനത്തെ എനിക്ക് നൽകണേ. ആ പ്രാർത്ഥന റബ്ബ് കേട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയായിരുന്നു, പോരെങ്കിലോ വൃദ്ധയും. വഅസ്ലഹ്നാ ലഹു സൗജഹു, അവരുടെ വന്ധ്യത മാറ്റി, അവരുടെ പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി, അവർ ഗർഭിണിയായി, അവർ യഹ്യ എന്നൊരു സന്താനത്തെ പ്രസവിച്ചു. ഇതൊക്കെ തന്നെ ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. വയുംദിദുകും ബിഅംവാലിൻ വബനീന. ഏഴാമതായി പറഞ്ഞു, നിങ്ങൾക്ക് വൃക്ഷങ്ങള്, തോട്ടങ്ങള്, അതിൽ വൃക്ഷങ്ങള്, അതേപോലെ കായ്കനികള്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അവൻ ഉൽപ്പാദിപ്പിച്ചു തരും. അതാണ് ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്, വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്കവൻ തോട്ടങ്ങൾ സൃഷ്ടിച്ചു തരും. അതെ, നല്ല വൃക്ഷങ്ങള്, ആ തോട്ടത്തിൽ കായ്കനികള്, പഴവർഗ്ഗങ്ങള്, ഇതെല്ലാം തന്നെ ഉണ്ടാവുന്ന നല്ല ഒരു ഫലദായകമായ ഒരു തോട്ടം തന്നെ നിങ്ങൾക്കവൻ ഉണ്ടാക്കിത്തരും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഓ, ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇതൊക്കെ കിട്ടുമോ, അതൊക്കെ എങ്ങനെ കിട്ടാനാ എന്ന് സംശയിക്കുന്നവന്, വിശ്വാസമില്ലാത്തവന് ആ പ്രാർത്ഥനയുടെ ഇസ്തിഗ്ഫാറിന്റെ ഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല. നേരെ മറിച്ച് വിശ്വാസം വേണം, ദൃഢമായ വിശ്വാസം വേണം. ശക്തമായി റബ്ബിനോട് ചോദിക്കണം, റബ്ബ് എനിക്കിത് തരുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് ശക്തമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇപ്പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എട്ടാമതായി ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ധാരാളം
തോട്ടമുണ്ടായിട്ടു കാര്യമില്ല, ചെടികളും സസ്യങ്ങളും ഉണ്ടായിട്ടു കാര്യമില്ല, ഫലദായക വൃക്ഷങ്ങളുണ്ടായിട്ടു കാര്യമില്ല, വെള്ളം കൂടി ലഭിക്കണം. അതാണ് വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അവൻ നദികൾ ഉണ്ടാക്കിത്തരും. ആ തോട്ടത്തിലൂടെ അതാ വെള്ളമൊഴുകുന്ന നദികള്, നീർച്ചാലുകള്, തോടുകള്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ തോടുകളിലൂടെ, നദികളിലൂടെ വരുന്ന വെള്ളം ഉപയോഗിച്ച് ഈ കാണുന്ന ചെടികളും സസ്യങ്ങളും, അതേപോലെ തന്നെ ഈ തോപ്പുകള്, ആ ഫലദായ വൃക്ഷങ്ങള് അതങ്ങനെ ഇലച്ച് പുഷ്പിച്ച് കായ്കളായി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കായ്കൾ നൽകുന്ന, ഫലങ്ങൾ നൽകുന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഈ പറഞ്ഞ നേട്ടങ്ങള്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങള്, ഈ ഹൈറാത്തുകള്, ഈ ബറകാത്തുകള്, ഈ നിഅമകള് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലി السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. 5 കാര്യങ്ങളാണ് ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ ഒരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി തുടർന്നു കൊണ്ട് നോക്കിയാൽ 9-ാമതായി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ പവർ വേണോ, കൂടുതൽ ശക്തി വേണോ, നിങ്ങൾ എന്ത് ചെയ്യണം? വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم. അതെ, മഹാനായ ഹൂദ് നബി പറയുന്നു, അല്ല എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുവിൻ, അതേപോലെ അവനിലേക്ക് നിങ്ങൾ തൗബ പശ്ചാത്തപിച്ചു മടങ്ങുവിൻ, എങ്കിൽ നിങ്ങൾക്ക് അവൻ മഴ വർഷിപ്പിച്ചു തരും. എന്നിട്ട് പറയുന്നത് വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങളുടെ പവറിലേക്ക് കൂടുതൽ പവർ അവൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. നിങ്ങളുടെ ശക്തി കൂടുതൽ ശക്തി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പിന്തുണ നൽകും. നമുക്ക് കൂടുതൽ ശക്തി വേണോ, കൂടുതൽ പവർ വേണോ, കൂടുതൽ കരുത്ത് വേണോ? ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിലും നാം ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. എന്തു വേണം? നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പൊറുക്കലിനെ തേടണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂർ സംസാരം കൊണ്ടൊന്നും വിശദീകരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളല്ല. ഇസ്തിഗ്ഫാർ എന്ന ഈ ഒരു പദം വിശദീകരിച്ച് തരുമ്പോൾ വളരെ ചുരുക്കിയാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പക്ഷെ ഞാനത് ചുരുക്കുകയാണ്. ഈ ഇസ്തിഗ്ഫാർ എല്ലാ സന്ദർഭത്തിലും ചെയ്യാൻ, ചൊല്ലാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മതപരമായി നമ്മോട് നിർദ്ദേശമുണ്ട്. എന്നാൽ പ്രത്യേകമായ ചില സമയങ്ങൾ, ആ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് കൂടുതൽ ശ്രേഷ്ഠത, കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ ഒന്ന്, ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറുല്ലാഹ സലാസ, 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട്. സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള പ്രാർത്ഥനകൾ, അവിടെ അസ്തഗ്ഫിറുല്ലാഹ് 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 3 പ്രാവശ്യമാണ് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത്. ഒരുപക്ഷേ നമ്മുടെ ഈ നമസ്കാരം, ആ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ കർമ്മം അല്ലാഹു സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പടച്ചവനെ നീ ഇത് സ്വീകരിക്കണമേ, പടച്ചവനെ ഈ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി തരണേ, പൊറുത്തു തരണേ. അതാണ് അസ്തഗ്ഫിറുള്ളയുടെ പൊരുൾ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകളൊക്കെ മതനിഷേധികളായ, മതത്തെ വ്യംഗ്യമായും വ്യക്തമായും എതിർക്കുന്ന, നിഷേധിക്കുന്ന ആളുകൾ, എന്താപ്പോ 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഈ നിസ്കാരം ഒരു പാപമായിരുന്നു,
അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേന്നാണ് പറയുന്നത് എന്ന് പരിഹസിക്കാറുണ്ട്. അവർക്കറിയില്ല മതം എന്താണെന്ന്, അവർക്കറിയില്ല മതത്തിൻ്റെ അന്തസത്തയ എന്താണെന്ന്, അവർക്കറിയില്ല മതത്തിൻ്റെ ഉൾസാരം എന്താണെന്ന്. അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരത് പറയുമായിരുന്നില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കുറവുകൾ, പോരായ്മകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്കത് പൊറത്തു തരണമേ, എൻ്റെ ഈ കർമ്മം നീ സ്വീകരിക്കണമേ എന്നാണ്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നിസ്കരിച്ചു പോകുന്ന ചില ആളുകൾ, ആ ആളുകളുടെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത്, ചിലർക്ക് ലഭിക്കുന്നത് 10 ഉശ്റുഹാ, തുസ്ഉഹാ, ثمنها سبعها سدسها خمسها ربعها ثلثها نصفها എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1/10 10 കൂലി മാത്രമേ ചിലർക്ക് കിട്ടുന്നുള്ളൂ. കാരണം അവരുടെ നിസ്കാരത്തിൽ അത്ര കുഴപ്പങ്ങൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് 9 കൂലി കിട്ടും, ചിലർക്ക് 8 കിട്ടും, ചിലർക്ക് 7 കിട്ടും, ചിലർക്ക് 6 കിട്ടും, ചിലർക്ക് 5 കിട്ടും, ചിലർക്ക് 4 കൂലി കിട്ടും, ചിലർക്ക് പകുതി കൂലിയാണ് കിട്ടുക. നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം അള്ളാഹു സ്വീകരിച്ച് നമുക്ക് മുഴുവൻ പ്രതിഫലം കിട്ടണം. അതിനാണ് റബ്ബിനോട് തേടേണ്ടത്. അള്ളാഹു സ്വീകരിക്കുമോ ഞാൻ ഈ ചെയ്തത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 5 ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത്. രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം വകാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രി കുറച്ച് സമയമാണ് അവർ ഉറങ്ങാറുള്ളത്. ബാക്കി സമയം അവർ എന്താണ് ചെയ്യുന്നത്? വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവരെഴുന്നേറ്റ് നമസ്കരിക്കുന്നു, ആ നിസ്കാരം കഴിഞ്ഞ് പൊറുക്കലിനെ തേടുന്നു. അസ്ഹാർ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഇസ്തിഗ്ഫാറാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്നും സുജൂദ് ചെയ്തുകൊണ്ടും സാഷ്ടാംഗം ചെയ്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞാൽ പല സഹാബികളും വിത്ർ നമസ്കാരവും കഴിഞ്ഞ് സുബ്ഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അതെ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണവർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു. ഇതുപോലെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ഒഴുകി വരുമ്പോ, ആ അറഫയിലുള്ള നൃത്തവും കഴിഞ്ഞു വരുമ്പോ ആ സമയത്ത് ചെയ്യേണ്ടത് സുമ്മ അഫീളു മിൻ ഹൈസു അഫാളൻ നാസു വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ആളുകൾ ഒഴുകുന്നിടത്തുകൂടെ നിങ്ങളും ഒഴുകുക. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്, ആ മുസ്ദലിഫയിൽ രാപ്പാർത്ത് അവിടെ നിന്ന് മിനായിലേക്ക്. അതൊരു നടന്നുപോക്കല്ല, ഓടിപ്പോകലല്ല, വെള്ളം ഒഴുകുന്നത് പോലുള്ള മനുഷ്യന്റെ ഒരു കുത്തൊഴുക്കാണത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചു, സുമ്മ അഫീളു മിൻ ഹൈസു അഫാളൻ നാസ്. ആളുകൾ കൂട്ടത്തോടെ ഒഴുകിപ്പോകുന്ന പോലെ നിങ്ങളും ആ ഒഴുക്കിലൂടെ തന്നെ പോവുക. എന്നിട്ട് പറയുന്നത് വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, ഒരു വർഷത്തിൽ 6 മണിക്കൂർ സമയം. അതെ, ദുൽഹിജ്ജ 9 അറഫായിൽ ളുഹറിന്റെ ശേഷം മഗ്രിബ് വരെയുള്ള സമയമാണ് അറഫക്ക് ശ്രേഷ്ഠതയുള്ളത്. അവിടെ ആളുകൾ ഒരുമിച്ച് കൂടേണ്ടത്, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് അള്ളാഹു അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളിലേക്ക് അവരെപ്പറ്റി അഭിമാനത്തോടുകൂടി അവൻ്റെ അടുക്കലുള്ള മലക്കുകളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ആ അറഫയിലുള്ള അതിശ്രേഷ്ഠമായ അൽ
ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അറഫയിലുള്ള നൃത്തമില്ലെങ്കിൽ ഹജ്ജില്ല. അത് കിട്ടിയാൽ അവന് ഹജ്ജ് കിട്ടി എന്ന് പറയുന്ന ഹജ്ജിലെ ആത്മാവായ അതിശ്രേഷ്ഠമായ ആ കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴും വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, കാരുണ്യവാനും പൊറുക്കുന്നവനുമായ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവിൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. നാലാമത്തെ പ്രത്യേകമായ ഒന്ന്, ഒരു സദസ്സിൽ നമ്മൾ വന്നിരുന്നു. ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ കഫാറത്തുൽ മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് നബി പഠിപ്പിച്ചു തന്ന സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ആ കഫാറത്തുൽ മജ്ലിസിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവനോട് പൊറുക്കലിനെ തേടുന്നു. ആ സദസ്സിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നല്ലതല്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സംസാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെയും പൊരുള് അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമേ, നിന്നോട് ഞാൻ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ആ സമയത്ത് പ്രത്യേകിച്ച് അള്ളാനെ ഓർക്കുകയും ദിക്റുകൾ ചൊല്ലുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ റസൂലുള്ളാഹിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. പ്രവാചകനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഇതാ ഈ 3 കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർഭങ്ങളിലൊക്കെയുള്ള ഈ പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹദീസിൽ ഒരുപാട് രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏത് രൂപവും നമുക്ക് സ്വീകരിക്കാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമുക്ക് പറയാം, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് നമുക്ക് പറയാം, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇപ്പൊ സുജൂദിൽ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല ദിഖ്ഖഹു വജില്ലഹു സഗീറഹു വകബീറഹു അവ്വലഹു വആഖിറഹു അലാനിയതഹു വസിറഹു. എന്താണെന്നറിയോ? ആ പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥം അതിൽ ഒന്നും വിട്ടുപോകുന്നില്ല. മനസ്സറിഞ്ഞുകൊണ്ടാണ് റബ്ബിനോട് ഇത് പറയുന്നതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല, അല്ലാഹുവേ എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരണമേ, എല്ലാ പാപങ്ങളും പൊറുത്തു തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല. പിന്നെ എണ്ണിപ്പറയുന്നു ദിഖ്ഖഹു വജില്ല, ചെറുതും നിസ്സാരമായതും വലുതുമായ, ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും, സഗീറഹു വകബീറ, ചെറുതും വലുതും മറ്റൊരു വിധത്തിൽ പറഞ്ഞു, അവ്വലഹു ആഖിറ, ആദ്യമായി എന്നിൽ നിന്ന് സംഭവിച്ചതും അവസാനം എന്നിൽ നിന്ന് സംഭവിച്ചതും, അലാനിയതഹു വസിറ, പരസ്യമായി എന്നിൽ നിന്ന് സംഭവിച്ചതും ആരാരും അറിയാതെ സ്വകാര്യമായി സംഭവിച്ചതും, എല്ലാ പാപങ്ങളും എനിക്ക് നീ പൊറുത്തു തരണമേ എന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതുപോലെ കഫാറത്തുൽ മജ്ലിസ് നേരത്തെ പറഞ്ഞു. ഇനി പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഇസ്തിഗ്ഫാറുണ്ട്. അത് അല്പം ദീർഘിച്ച പ്രാർത്ഥനയാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഇസ്തിഗ്ഫാർ നമ്മൾ രാവിലെ ചൊല്ലിയാൽ അന്ന് വൈകുന്നേരത്തിനിടയ്ക്ക് പകൽ സമയത്ത് മരണപ്പെട്ടു പോയാൽ അയാൾ നേരെ സ്വർഗത്തിലാണ്. ഈ പ്രാർത്ഥന, ഈ ഇസ്തിഗ്ഫാർ, ഈ പറഞ്ഞ പദങ്ങളിലുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ഒരാൾ സന്ധ്യാസമയത്ത് ചൊല്ലിയാൽ
ആ രാത്രി അയാൾ കിടന്നുറങ്ങുന്നു. നേരം പുലരുന്നതിനിടയ്ക്ക് അയാൾ മരിച്ചുപോയാൽ അയാൾ നേരെ സ്വർഗത്തിലാണ്. മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഈ ഇസ്തിഗ്ഫാർ ഒരാള് മൂഖിനം ബിഹാ, ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാനിതാ ഈ രാത്രിയിൽ മരിച്ചാൽ എനിക്ക് അല്ലാഹു സ്വർഗം തരും എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാണ് വൈകുന്നേരം കഴിച്ചുകൂട്ടുന്നതെങ്കിൽ രാത്രി ഉറക്കിൽ മരിച്ചുപോയി, വല്ല അപകടവും സംഭവിച്ചു മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി, നേരം പുലരുന്നതിനിടയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പമായിരിക്കും. വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനും ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഇതുപോലെ പകലിൽ ചൊല്ലിയാൽ സന്ധ്യയാകുന്നതിനിടക്ക് മരിച്ചാൽ സ്വർഗം, രാത്രിയിൽ ചൊല്ലിയാൽ നേരം പുലരുന്നതിനിടക്ക് മരിച്ചാൽ അയാൾക്ക് സ്വർഗം. പക്ഷേ അയാൾക്കതിൽ വിശ്വാസം വേണം. എന്താണ് ആ പ്രാർത്ഥന? അതിൻ്റെ ആശയം അതിഗംഭീരമാണ്, വലിയ പ്രയാസമുള്ളതല്ല. അറിയാത്തവരത് പഠിക്കണം. എന്നിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാത കീർത്തനങ്ങളിലും സന്ധ്യാകീർത്തനങ്ങളിലും ഉൾപ്പെട്ടതാണത്. അത് ചൊല്ലണം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് ആ പ്രാർത്ഥന. ഇതിൻ്റെ പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് രാവിലെ ചൊല്ലിയ ആൾ വൈകുന്നേരത്തിനിടക്ക് മരിച്ചാൽ സ്വർഗം. ഇത് വൈകുന്നേരം ചൊല്ലിയ ആൾ നേരം പുലരുന്നതിനിടക്ക് മരിച്ചാൽ അയാൾക്ക് സ്വർഗം. അത്രയും ശ്രേഷ്ഠമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ കാര്യം, ഇതൊക്കെ ഇത്ര നിസ്സാര കാര്യം ചെയ്ത് കിട്ടുന്നതാണോ സ്വർഗം? ഇത് മാത്രല്ല, കാരണം ഗൗരവമുള്ള പല കാര്യവും ചെയ്യണം. നമുക്കിത് ചെയ്യാൻ ഒഴിവില്ലല്ലോ, നമ്മളിത് ചെയ്യുന്നില്ലല്ലോ, നമ്മളിത് കേട്ടാലും നമ്മളെ മനസ്സിലേക്ക് കടക്കുന്നില്ലല്ലോ, നമ്മളെ ഉള്ളിലേക്ക് അതാണ്ട് പ്രവേശിക്കുന്നില്ലല്ലോ, നമുക്കത് അനുവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം അവിടെ തന്നെയാണ് പ്രശ്നം. ഇത് കേൾക്കണം, ഇത് അറിയണം, ഇത് പഠിക്കണം, ഇത് ഉൾക്കൊള്ളണം, എന്നിട്ട് ദൃഢവിശ്വാസമുണ്ടാവണം. അത്തരം ആളുകൾ ആ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലമാണ് അത്. വിശ്വാസമില്ലാത്തവന് അത് ലഭിക്കുകയില്ല. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആദ്യം. അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ്, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, ഞാൻ നിന്റെ കരാറിലാണ്, നിന്റെ വാഗ്ദാനത്തിലാണ്. നിന്നോട് ചെയ്ത കരാറിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. നീ നൽകിയിട്ടുള്ള വാഗ്ദാനം ലഭിക്കുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. റബ്ബിനോടുള്ള വഅദും അഹ്ദും പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നോടുള്ള വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട്, കരാറ് പാലിച്ചുകൊണ്ട് ഞാനിതാ ജീവിക്കുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തിന്മകൾ, തെറ്റുകൾ, അതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാനിതാ സമ്മതിക്കുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ നിഅമത്ത് എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. വഅബൂഉ ലക ബിദംബി, അതോടൊപ്പം തന്നെ നീ എൻ്റെ റബ്ബാണ്, നീ എൻ്റെ ഇലാഹാണ്, ഞാൻ നിൻ്റെ അടിമയാണ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. പക്ഷേ നിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും
ഞാൻ നിന്നോട് തെറ്റു ചെയ്തു പോയിട്ടുണ്ട്, കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, ആ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുന്നു. അബൂലക ബിദംബി ഫഗ്ഫിർലി, അതിനാൽ നീ എനിക്ക് പൊറുത്തു തരണമേ. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുൽ ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ എൻ്റെ തെറ്റുകൾ പൊറുത്തു തരാൻ, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരാൻ വേറെ ആരുമില്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ നിന്നോടാണ് പൊറുക്കലിനെ തേടുന്നത്, നീ എനിക്ക് പൊറുത്തു തരണമേ എന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്ന ഈ ഇസ്തിഗ്ഫാർ, ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിലെ രാജാവ്, ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിലെ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലണം, ഈ ഇസ്തിഗ്ഫാർ സന്ധ്യക്ക് ചൊല്ലണം. അത് വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി ചൊല്ലിയാൽ മനുഷ്യൻ നന്നാവാൻ അത് മതി, മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടാനും അത് മതി. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോരാ, ഒരു ദിവസം പോരാ, അത് നമ്മുടെ ചുറ്റും ഒരു കാവൽക്കാരനായി എപ്പോഴും ഉണ്ടാവാൻ നമ്മുടെ മനസ്സിലായി ഇസ്തിഗ്ഫാർ വേണം, നമ്മുടെ ചുണ്ടിൽ നിന്നായി ഇസ്തിഗ്ഫാർ വരണം, നമ്മുടെ പരിസരങ്ങളിലായി ഇസ്തിഗ്ഫാർ അത് മുറ്റി നിൽക്കണം. ആ ഒരു പൊറുക്കലിനെ തേടുന്ന മനസ്സോടും അതിൽ നിർഭരമായ ജീവിതവുമാണ് നയിക്കുന്നതെങ്കിൽ സംശയമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ മരിച്ചു ചെല്ലുമ്പോൾ രക്ഷയാണ്. ഈ ദുനിയാവിലുള്ള പലതരത്തിലുള്ള വിഷമങ്ങൾ, ആ വിഷമങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മോചനവും ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ ഇസ്തിഗ്ഫാർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് ഓരോരുത്തരുടെ അനുഭവങ്ങൾ എത്രയാണെന്നറിയുമോ നിങ്ങൾ? ഇത് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഈ കാണുന്ന മൊബൈല് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഇപ്പം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എയർപോർട്ടിൽ കാണിച്ചു കൊടുക്കാനുള്ള വിസ ഇതിലാണ്, യാത്രയിലുള്ള ആൾക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ കാണിച്ചു കൊടുക്കാനുള്ളത് ഇതിലാണ്, വല്ല പേയ്മെൻറ്റും നടത്തണമെങ്കിൽ ബാങ്ക് ബാങ്കിങ് സിസ്റ്റം അതും ഇതിലാണ്, ഒരാളെ നമുക്ക് വിളിക്കണമെങ്കിൽ ആ നമ്പറുള്ളതും ഇതിലാണ്. നമ്മുടെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തി വെച്ചത് ഈ ഒരു ചിപ്പിനുള്ളിലാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് അവസ്ഥ? ഞാൻ പറയട്ടെ, ഞാൻ ഈ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അനുഭവം ഒരു ഷെയ്ഖ് പ്രസംഗിക്കുന്നത് കേട്ട് അതേ ആഴ്ചയിൽ ഞാൻ എറണാകുളത്ത് ഒരു യാത്രയിലാണ്. ആ സന്ദർഭത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി, അതിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ റൂമിൽ വന്ന് അതിനുശേഷം നോക്കുമ്പോൾ ഈ മൊബൈൽ കാണാനില്ല. ഓട്ടോറിക്ഷക്കാരൻ കാശിൻ്റെ പേരിൽ തർക്കിച്ച് തെറ്റിപ്പോയ ആളാണ്. അയാളുടെ കയ്യിൽ കിട്ടിയാൽ എനിക്കിത് തിരിച്ചു കിട്ടുമോ, തിരിച്ചു തരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും ശരി, അയാളോട് ചോദിക്കണമെങ്കിൽ ആ ഓട്ടോറിക്ഷൻ്റെ നമ്പർ അറിയണം, ആ ഓട്ടോറിക്ഷക്കാരൻ അറിയണം. അതൊന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അറിയില്ല. ഞാൻ അങ്ങനെ തന്നെ താഴെ ഇറങ്ങി വന്നൊക്കെ നോക്കി, അവിടെ എവിടെയുമില്ല. അവസാനം ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു ചെന്ന് ഞാൻ അവിടെ കിടന്ന് റബ്ബിനോട്, റബ്ബേ എൻ്റെ ഈ മൊബൈൽ എനിക്ക് നീ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ, എൻ്റെ കയ്യിലേക്ക് നീ എത്തിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു നിർവാഹവുമില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നു. കുറേ സമയം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തതിനിടയിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ആ റൂമിൻ്റെ ഒരു വീടാണ്, ഹൗസ് ഓണർ വന്ന് വിളിക്കുന്നു, നിങ്ങളെ ഇന്ന ആൾ വിളിക്കുന്നുണ്ട്, നിങ്ങളെ മൊബൈൽ ഒരു ഓട്ടോറിക്ഷയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നോ? അതേ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്നെ ഉച്ചക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്ന ആള് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ആ മൊബൈൽ എൻ്റെ കയ്യിലാണ്, അയാൾ മറന്നുപോയതാണെന്ന്. അപ്പം എങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുകയോ, അത് വന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഇപ്പറഞ്ഞ കക്ഷി ഒരാളെ വിട്ടുകൊണ്ട് ആ മൊബൈൽ വാങ്ങിക്കൊണ്ടുവന്നു. എന്തൊരത്ഭുതമാണിത്! എൻ്റെ റബ്ബല്ലാതെ വേറെ ആരാണ് എനിക്കിത് എത്തിച്ചു തന്നത്? എന്നെ അറിയുന്ന ആരുമില്ല അവിടെ.
പക്ഷേ എൻ്റെ റബ്ബിനോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞ് റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്ത് എൻ്റെ അനുഭവങ്ങളിൽ ഒന്നു മാത്രം ഞാനൊരു ഉദാഹരണത്തിന് സൂചിപ്പിച്ചതാണ്. നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. നിങ്ങളിതിൽ വിശ്വസിക്കൂ, എന്നിട്ട് റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറയൂ. തീർച്ച റബ്ബ് അത് കേൾക്കാതിരിക്കില്ല, റബ്ബ് അത് അംഗീകരിക്കാതിരിക്കില്ല, റബ്ബ് അതിന് ഉത്തരം തരാതിരിക്കില്ല. ഇതുപോലത്തെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഒരുപാടുണ്ടാകും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമുക്ക് കാവലാണ്, നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ നേടിത്തരുന്നതാണ്, നമുക്ക് ഇതേപോലെ തന്നെ പാപങ്ങൾ പൊറുത്തു തരുന്നതാണ്. അതിൻ്റെ ഫായിദകൾ, ഗുണങ്ങൾ, നേട്ടങ്ങൾ ഞാൻ 10-11 എണ്ണിപ്പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെ ആവാം അത് ഞാൻ സൂചിപ്പിച്ചു. പ്രവാചകൻ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പതിവാക്കണം. പതിവാക്കിയാലുള്ള ഈ ഗുണങ്ങൾ നമുക്ക് ചെറുതല്ല. അതുകൊണ്ട് നമുക്കുള്ള ഈ കാവൽ, 2 കാവലുകളിൽ റസൂലുള്ള നമ്മോട് മരിച്ചു പിരിഞ്ഞുപോയി, അത് നമുക്ക് ലഭിക്കില്ല. 2ാമത്തെ കാവൽ ഇസ്തിഗ്ഫാറാണ്. അത് നമ്മുടെ കൂടെ ഉണ്ട്. അത് മറക്കാതിരിക്കുക, അത് ഓർക്കുക, അത് ജീവിതത്തിൽ പതിവാക്കുക, ആ കാവൽക്കാരനെ കൊണ്ട് നടക്കുക. അതിലാണ് രക്ഷ, അതിലാണ് വിജയം. സർവശക്തൻ അവനോ വിശ്വസിച്ച്, അവനെ ഓർത്ത്, അവനോട് പ്രാർത്ഥിച്ച്, അവനിലേക്ക് ഖേദിച്ചു മടങ്ങി, അവനോട് പശ്ചാത്തപിച്ച്, അവനോട് പൊറുക്കലിനെ തേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ.